മാനന്തവാടിയിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂരിലെത്തിച്ച ശേഷം ചരിഞ്ഞ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. ബന്ദിപ്പൂർ രാമപുര ആന ക്യാമ്പിലാണ് പോസ്റ്റ്മോർട്ടം. കേന്ദ്ര വനം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നടപടികൾ. ആനയെ കർണാടക വനംവകുപ്പിന് കൈമാറുന്നതിന് മുൻപാണ് ചരിഞ്ഞത്. ഇതിനെ തുടർന്നാണ് കേരളത്തിലെയും കർണാടകത്തിലെയും കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഇതിനായി വയനാട് DFO ഷജിന ബന്ദിപ്പൂരിലെ എലഫന്റ് റെസ്ക്യൂ സെന്ററിലെത്തി. മരണകാരണം പരിശോധിക്കുന്നതിനായി കേരളം 5 അംഗ വിദഗ്ധ സമിതി രൂപീകരിക്കും. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കേരള വനംവകുപ്പിന്റെ പ്രതിനിധികളായി 2 DFOമാർ, ഒരു കൺസർവേഷൻ ബയോളജിസ്റ്റ്, 2 റേഞ്ച് ഓഫീസർ, ഒരു വെറ്റിനറി സർജൻ, ഇത്രയും ആളുകൾ അവരുമായി സഹകരിക്കാൻ പരസ്പര ധാരണയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയും കൂടി കർണാടകയും കൂടി ഇവരും കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത്തരം സംശയങ്ങൾ മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, പോസ്റ്റ്മോർട്ടം നടപടികളാണ് സംയുക്തമായാണ് നമ്മളവിടെ ഈ ബംഗളൂരിലേക്ക് അല്ലെങ്കിൽ കർണാടകയ്ക്ക് കൈമാറുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. നിരവധി കാരണങ്ങൾ ഉണ്ടാകാം. എന്തൊക്കെയാണ് ഇപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കേണ്ടത്? രഞ്ജിത്ത്, അല്പസമയം മുമ്പ് പോസ്റ്റ്മോർട്ടം നടപടികൾ ബന്ദിപ്പൂരിൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് കുറച്ചധികം നേരം എടുക്കുന്ന നടപടിക്രമങ്ങളാണ് ഇവിടെയുള്ളത്. പ്രത്യേകിച്ചും ഈ കേരളം ഇന്നലെ നടത്തിയ ദൗത്യത്തിലെ തുടർന്നാണ് ആന മരണപ്പെട്ടിരിക്കുന്നത്. ആനയെ കർണാടകത്തിലേക്ക് കൊണ്ടുപോയി എലിഫന്റ് ക്യാമ്പിൽ എത്തിച്ച് പുറത്തേക്ക് ഇറക്കുന്ന മുമ്പ് കുഴഞ്ഞു വീണും ആന മരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ദൗത്യത്തിലെ പിഴവാണോ അല്ലെങ്കിൽ നേരത്തെ ദൗത്യത്തിൽ പിടികൂടിയ ആനയെ കാട്ടിലേക്ക് വിടുകയായിരുന്നു. അതിനുശേഷമാണ് 200 കിലോമീറ്ററോളം സഞ്ചരിച്ച് കേരളത്തിലേക്ക് എത്തിയത്. ഈ സമയത്ത്, അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും ദൗത്യത്തിനിടയ്ക്ക് ആനയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടോ, ആന്തരികമായ എന്തെങ്കിലും അസുഖം ബാധിച്ച സാഹചര്യമാണോ? ഇന്നലെ ഒന്നും കാര്യമായ ഒരു ഓട്ടമോ അല്ലെങ്കിൽ ആളുകൾക്ക് നേരെയുള്ള പരാക്രമോ ഒന്നും ആന കാണിച്ചില്ല. സാധാരണ രീതിയിൽ വലിയ പ്രകോപനകാരിയായ ആനയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിഗമനം ആനയ്ക്ക് എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമോ എന്നതാണ്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അടക്കം വളരെ വിശദമായി തന്നെ പരിശോധിക്കും എന്ന് കർണാടകയും കേരളവും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെയും കർണാടകത്തിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഉന്നതരായ ഉദ്യോഗസ്ഥർ മിക്കവരും ഈ സ്ഥലത്തുണ്ട്. എലിഫന്റ് ക്യാമ്പിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നുണ്ട്. 2 സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്കൊപ്പം കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ ഒരു നിരീക്ഷണവും ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ നോർത്ത് വയനാട്ടിലെയും സൗത്ത് വയനാട്ടിലെയും DFOമാരും റേഞ്ച് ഓഫീസർമാരും ഒക്കെ അവിടെ എത്തിയിരുന്നു. കേരളത്തിൻ്റെ മുതിർന്ന വെറ്റിനറി സർജനുമുണ്ട്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ്, പരസ്പര സമവായത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ അതിൻ്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയും വൈകുന്നേരത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ രാവിലെ മുതൽ മാനന്തവാടി പട്ടണത്തിൽ എത്തിയ ശേഷം ഈ വാഴത്തോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് കാര്യമായ ഭക്ഷണമോ വെള്ളമോ ആനയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ്. വലിയ തോതിലുള്ള നിർജ്ജലീകരണം ആന നേരിടേണ്ടി വന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിനുശേഷമാണ് മയക്കുവെടി വയ്ക്കുന്നത്. മയക്കുവെടി വയ്ക്കുമ്പോൾ നിർജ്ജലീകരണത്തിൻ്റെ തോത് വീണ്ടും വർദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരു ഹൃദയാഘാതത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. ആന മയങ്ങി നിന്നു എങ്കിൽ പോലും പിന്നീട് വാഹനത്തിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് ബന്ദിപ്പൂരിലേക്ക് എത്തിച്ചപ്പോൾ ആരോഗ്യനില വഷളാവുകയും പിന്നീട് മരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു എന്നാണ് വിലയിരുത്തൽ വരുന്നത്. എന്തായാലും ഇക്കാര്യങ്ങൾ അടക്കമുള്ളവയെക്കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തുന്നു. ഒപ്പം ഇന്ന് നടക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്ഥാന സർക്കാർ ഒരു ഉന്നതതല കമ്മിറ്റി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ പ്രവർത്തനങ്ങളും വിലയിരുത്താനായി നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എടുക്കും. എന്തായാലും നേരത്തെ 3 തവണ ദൗത്യം വളരെ വിജയകരമായി ചെയ്ത ഒരു ട്രാക്ക് റെക്കോർഡാണ് കേരളത്തിലെ വനംവകുപ്പിനുള്ളത്. അരിക്കൊമ്പനടക്കമുള്ള ആനകൾ വലിയ ആരോഗ്യവാന്മാരായി തന്നെ ജീവിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തണ്ണീർക്കൊമ്പന് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച വളരെ വ്യക്തമായ പരിശോധനകളുണ്ടാവും. ഒപ്പം നിയമപരമായ സങ്കീർണതകൾ കൂടിയുണ്ട്. ഹൈക്കോടതിയിലും മറ്റുമൊക്കെ വരും ദിവസങ്ങളിൽ ഇത് ഒരു കേസായി തന്നെ വരാനുള്ള സാഹചര്യങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴുതുകൾ അടച്ച ഒരു അന്വേഷണത്തിനാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. രഞ്ജിത്ത്.
അപ്പോൾ മനീഷ, ഈ പരസ്പരം ഈ വിഷയത്തിൽ തർക്കങ്ങളൊന്നും തൽക്കാലം ഇതുവരെ ഇല്ല. ചില പക്ഷേ കർണാടകയിലെയും മറ്റും ചില വന്യജീവി സംരക്ഷകർ അല്ലെങ്കിൽ വന്യജീവി പ്രേമികളൊക്കെ പറഞ്ഞു വെച്ചത് അവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. കാരണം ആരോഗ്യസ്ഥിതി പോലും നോക്കാതെ ജനങ്ങളെ രക്ഷിക്കാനായി ഇത്തരം ആനകളെ വെടിവെക്കുന്നു, മയക്കുവെടി വെക്കുന്നു, മരണം സംഭവിക്കുന്നു. ആ ആരോപണം ഉയരുന്നുണ്ട്. അതുകൂടി കൂട്ടിയേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഇവിടെ വന്നതിന് ശേഷമല്ല, അതിന് മുൻപ് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടിയാണ് ആനയെ കാട്ടിലേക്ക് തുറന്നു വിട്ടത് എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി എത്തേണ്ടി വരും. തീർച്ചയായും അങ്ങനെ എത്തേണ്ടി വരും. കാരണം കർണാടകത്തിൽ അടുത്തിടെ 3 ആനകളാണ് ഇത്തരത്തിൽ ദൗത്യത്തിന് ശേഷം മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് അയച്ച ശേഷം മരണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് കർണാടകത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കാരണം അരിക്കൊമ്പനെ പോലും വെടിവെക്കാൻ നിൽക്കുമ്പോൾ കോടതികളിൽ കേസിന് പോകുന്നു, ഹൈക്കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു, അരിക്കൊമ്പനായി ശക്തിയുക്തം വാദിക്കുന്ന ആളുകളെ കാണുന്നു. അതുകൊണ്ട് നടപടിക്രമങ്ങൾ വളരെ സുതാര്യമായാണ് കേരളത്തിൽ നടത്താൻ കഴിയുക. ഒരു പരിധിക്കപ്പുറം വനംവകുപ്പിന് മാത്രമായി തീരുമാനങ്ങൾ പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഇവിടെ ഈ ജനവാസ കേന്ദ്രത്തിൽ ആന ഇറങ്ങുമ്പോൾ മയക്കുപിടി വെച്ച് പിടികൂടുക എന്നല്ലാതെ മറ്റൊരു മാർഗവും വനംവകുപ്പിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം ആന അവശനാണ് എന്ന ഒരു സൂചനകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ അവശതയെക്കുറിച്ചുള്ള വിശദമായ പരിശോധനകൾ നടത്തണമെങ്കിൽ മയക്കുപിടി വെച്ച് ആനയെ പിടികൂടി പരിശോധനകൾ നടത്തുകയും പിന്നീട് മരുന്ന് നൽകുകയും ശുശ്രൂഷ നടപടികൾ ചെയ്യുകയും അല്ലെങ്കിൽ ക്യാമ്പിലേക്ക് മാറ്റി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. എന്തായാലും 2 സാഹചര്യത്തിലും, ഒന്ന് ജനവാസ കേന്ദ്രത്തിലെ ആനയുടെ സാന്നിധ്യം ഒഴിവാക്കണമെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടണം. മറ്റൊന്ന് ആനയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനും മയക്കുവെടി വെച്ച് പിടികൂടേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് പിടികൂടി എന്ന ഒരു തീരുമാനത്തിൽ യാതൊരു പിഴവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ ആനയ്ക്ക് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ മയക്കുവെടി കുത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടും കൃത്യമായ നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സിസ്റ്റം ഓഫ് പ്രൊസീജിയേഴ്സ് SOP കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആനയുടെ വലിപ്പം, ആനയുടെ ഭാരം, അല്ലെങ്കിൽ ആന എത്ര വയസ്സുണ്ട് എന്നൊക്കെയുള്ള ഘടകങ്ങൾ അനുസൃതമായാണ് ഈ മയക്കുവെടി വെക്കുന്നത്. ഒപ്പം നേരത്തെ മയക്കുവെടി വെച്ച ഹസനിലെ അധികൃതരുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ഈ നടപടിക്രമങ്ങളൊക്കെയും വന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് വിഭിന്നമായി എന്തെങ്കിലും ചെയ്തു എന്നിപ്പോഴും വനംവകുപ്പ് പറയുന്നില്ല. പക്ഷേ ആനയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു കൃത്യമായ വിലയിരുത്തൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആന രാവിലെ മുതൽ മാനന്തവാടി പട്ടണത്തിലൂടെ നടക്കുന്നു, അതിനുശേഷം വാഴത്തോപ്പിലേക്ക് കയറി അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം പ്രകോപനകാരിയായ ആനയായതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് എത്താനോ മറ്റ് നിരീക്ഷണങ്ങൾ നടത്താനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടോ എന്ന് ഈ ഘട്ടത്തിലും അധികൃതർ പറയുന്നില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. മരണകാരണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിൽ നിന്നുള്ള 5 അംഗ സംഘവും അവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവരും കൂടി ഉള്ള ഒരു സമിതി അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആനകളെ പിടികൂടുന്നതിന് മുൻപ് അതിനാവശ്യമായ സാങ്കേതിക സഹായം ഉറപ്പുവരുത്തണമെന്ന് കർണാടകയിലെ വന്യജീവി സംരക്ഷണ പ്രവർത്തകനായ ജോസഫ് ഹുവാർ. പിടികൂടാനുള്ള ദൗത്യത്തിനിടെ നിരവധി ആനകളാണ് ചരിഞ്ഞതെന്നും കണക്കുകൾ നിരത്തി ജോസഫ് ഹുവാർ ചൂണ്ടിക്കാട്ടി. It is very, very, very disappointing that an elephant which was captured in Belur, Hassan recently and radio collared and translocated to Mulehole range in Bandipur has died in captivity. This elephant was released in Bandipur a fortnight ago. Yesterday it was found to be trotting along in Manantwadi in Kerala. There was an uproar there, people were upset, and then the chief wildlife warden from Kerala had ordered it to be captured and taken back to Karnataka. There was also discussions about saying this is Karnataka elephant, so let it go back to Karnataka. We need to tell that chief wildlife warden, whoever he is, that elephants do not have boundaries, they do not have language, they do not have political parties. Because of your pressure, this animal was captured late in the night and translocated to an elephant camp in Bandipur. That elephant died last night in the capture and release operations. It's very sad that we are losing elephants rapidly in Karnataka.